guys, welcome back to my YouTube channel. So this is our world. So ഇന്ന് നിങ്ങളെല്ലാവരും എൻ്റെ മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ടാവും, SSLC റിസൾട്ട് കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഫുൾ A+ ആണ്. അപ്പോൾ ഉപ്പച്ചി കുറേ ഓഫേഴ്സൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2-3 ഓഫേഴ്സ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ഉപ്പച്ചി കൂടിയാണ് പോകുന്നത്, ഉമ്മേൻ്റെ ഇതൊന്നുമില്ല. നമുക്ക് പോവാം. ഇതിന് മുകളിലാണ് ഹനാടെ ഫ്ലക്സ് അടിക്കാൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് മേടിക്കാൻ പോവാണ്. ഞാൻ ഉപ്പച്ചത് ഇത് കൂടി രാവിലെ പോയിട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഹനാടെ ഫ്ലക്സ് ഇതാണ് നമ്മുടെ ഹനാടെ ഫ്ലക്സ്. നമ്മൾ കാണിക്കാൻ പോകാണ്. ഹാപ്പി 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 ഓക്കേ. അടിപൊളിയല്ലേ? നമ്മുടെ ഫ്ലെക്സ് ഒക്കെ കിട്ടി. ഇനി നമ്മൾ അടുത്ത പരിപാടി ചോക്ലേറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മേടിക്കാൻ പോകും. കുറെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്, ഒക്കെ വാങ്ങിച്ചാൽ മതി. അപ്പൊ അടിച്ചു കൊടുക്കും. അപ്പൊ അടിച്ചു കൊടുക്കും. നമ്മൾ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട്. സന്തോഷമല്ലേ? കിട്ടാന്ന് നമ്മക്ക് വലിയൊരു ഇതല്ലേ. ഞാൻ അവരോട് പറഞ്ഞു, നമ്മള് പോയി കഷ്ടപ്പെടുന്ന എന്തിനാണ് അവർക്ക് വേണ്ടിയിട്ട്. നമുക്ക് 2 കുട്ടികളുള്ളത് പഠിച്ചു വലുതാവട്ടെ. നമ്മുടെ 2 ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഓഫർ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കയറ് വേണോ? കയറ് ഈ ഫ്ലക്സ് കെട്ടാനുള്ള ഈ പ്ലാസ്റ്റിക്കിന്റെ കയറ്. അതെ. ഗൈസ്, അപ്പോൾ നമ്മൾ 2-3 ഓഫേഴ്സ് ഒക്കെ വാങ്ങിച്ച് 2 ഓഫേഴ്സ് തന്നു. ഇനിയും കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അത് നമ്മൾ വേറെ ദിവസത്തേക്കാക്കി. അത് കുറച്ച് പുറത്തേക്കൊക്കെ പോകണം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഉമ്മാക്കും ദീദിക്കും ഇതൊന്ന് കാണിച്ചു കൊടുക്കാം, അവരുടെ റിയാക്ഷൻ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ ഓൾറെഡി കണ്ടു. ഞാനും ഓൾറെഡി ഹന ഫ്ലെക്സ് അടിച്ചതിന് ശേഷമാണ് ഹന കണ്ടത്. നമ്മുടെ മമ്മി ഇതുവരെ ഹനയുടെ ഫ്ലെക്സ് കണ്ടിട്ടില്ല ഗൈസ്. അപ്പൊ അടിപൊളി സൂപ്പർ സെറ്റ് സെറ്റ്. ഞങ്ങളെല്ലാം ഡിസൈൻ ചെയ്യിപ്പിച്ചേ. അതെ, മറ്റേപോലെ ആദരാഞ്ജലികൾ പോലെ. ഞങ്ങളുടെ ഹനക്കുട്ടിയുടെ ഫ്ലക്സ് ഫുൾ A+ കിട്ടിയാല് നമുക്കിത് ഒട്ടിക്കാനായിട്ട് പോവാം. എല്ലാവരും കൂടി നമുക്ക് പോവാം ഗൈസ്. കം ഓൺ. സോ ഗൈസ്, നമുക്കിത് കെട്ടാം ഗൈസ്. ഗൈസ്, ഒന്നും നടക്കാനുള്ള മടിക്ക് കണ്ടില്ലേ, 2 സ്കൂട്ടി ആയിട്ട് വരുന്നു. ആദ്യം പറഞ്ഞ കാര്യം ഫ്ലക്സ് കയറി. ഓക്കെ, സ്കൂളിന്റെ കവാടത്തിലാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത്. നമ്മുടെ റോഡ്, നമ്മുടെ സ്കൂള്, നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന റോഡ് എല്ലാമാണ്. അങ്ങനെ എൻ്റെ ഒരു വലിയ ഡ്രീം ഇതാ സഫലീകരിച്ചു, സംഭവിച്ചു. നല്ല ഹാപ്പിനെസ് ഉണ്ട്, പ്രൗഡ് മൊമെന്റ് ഗൈസ്. എല്ലാവരും വരും എൻ്റെ ഫോട്ടോകൾ. ഹനയുടെ റിസൾട്ട് വരുമ്പോൾ പുറത്തായ കാര്യം നമുക്കൊരു മധുരം എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ നമ്മൾ വീട്ടിലെത്തി. ഇപ്പൊ അതാ നമ്മളൊരു മധുരമൊക്കെ ഒന്ന് കൊടുത്തൊന്ന് സെലിബ്രേറ്റ് ചെയ്യണേ. അപ്പോ ഒരുപാട് ഉയരങ്ങളിലേക്ക് വീണ്ടും മോൾ എത്തട്ടെ, ഇനിയും ഉന്നത വിജയങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാനും എന്റെ പ്രിയപ്പെട്ട അനുവും കൂടി ഞങ്ങൾ മോൾക്ക് മധുരം കൊടുക്കും. എല്ലാ വിജയത്തിന്റെ പിന്നോടി എന്റെ വൈഫ് അനുവാണ്. അല്ല, നമ്മളോട് അല്ലല്ലോ, മമ്മിയാണ് ഫുള്ള് കൺട്രോളിങ് ചെയ്യുന്നത്. അപ്പൊ മമ്മി അനു, അപ്പൊ അതിന് വേണ്ടിട്ട് ഫുള്ള് കൊടുക്കുന്നു വേണ്ട. അപ്പൊ ഗൈസ്, നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ഡ്രസ് എടുക്കണം. പിന്നെ എല്ലാവർക്കും മധുരം കൊടുക്കണം. തറവാട്ടിൽ പോണ മൂത്തുമ്മ കുഞ്ഞുമ്മ വല്യമ്മ എല്ലാരും വീട്ടിൽ പോയിട്ട് നമ്മൾ സ്വീറ്റ്സ് ഒരു ഗിഫ്റ്റ് നമ്മൾ വൈകിട്ട് കൊടുക്കുന്നതായിരിക്കും. സർപ്രൈസ്. സോ ഗൈസ്, അപ്പോൾ അതാ സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ലഡു വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പോയിട്ട് ലഡു വിതരണം ചെയ്യാണ്. ഒരു സന്തോഷം.
മധുരം കഴിക്കണം എന്നാണല്ലോ ഒരു ഹാപ്പി വുമൻ ഉണ്ടാവുമ്പോൾ. നമ്മുടെ മധുരം കൊടുക്കാൻ പോവാണ് എല്ലാവർക്കും. രാവിലെ പുലർച്ചെയാണ് വീട്ടിലെത്തിയത്. അത് കാരണം നമുക്ക് കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം എല്ലാം ഒതുങ്ങി ഭക്ഷണം കഴിച്ചു. ഇനി ഒന്ന് പുറത്തിറങ്ങാം. നിങ്ങൾക്ക് എന്തൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് പാപ്പ, അതൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തോ എന്തോ കേട്ടില്ല. ഇഞ്ഞുണ്ട് ഗൈസ്. അപ്പൊ നമുക്കിനി പോവാം ഗൈസ്. നമ്മളിത് ഇറങ്ങാണ്. നമുക്കിനി പോണ വഴിക്ക് ഇന്റെ ഫ്ലക്സ് കണ്ടിട്ട് നമുക്ക് പോവാം ഗൈസ്. സോ ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ ഫ്ലക്സ് ഗൈസ്. ഗൈസ് നമ്മൾ തറവാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലഡും ഒക്കെ കേച്ചുമാക്കും കൊടുക്കാം ഗൈസ്. ഇതാണ് ഗൈസ് ലഡു ബോക്സ് ഗൈസ്. ഇതാ നമുക്ക് ഇനി കൊണ്ടുപോയി കൊടുക്കാം ഗൈസ്. അവര് പുറക്കത്തേന്ന് ഇട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഗൈസ് നമ്മളിതാ തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഹന ഫസ്റ്റ് സ്വീറ്റ് എന്തായാലും നമ്മുടെ കേച്ചുമാക്കും തന്നെ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലോ ഈ ഒരു പേടി മേടിക്കണ്ട. സ്കൂളിൽ ഫസ്റ്റ് ഇരുന്നിട്ട് കൊടുക്കടി. എണീക്ക് വേണ്ട അടച്ച കഴിക്കണ്ട. നമ്മള് അവിടുത്തെ അയൽവാസികളെക്കാളും ഭയങ്കര ഇവിടുത്തെ അയൽവാസികളായിട്ട്. കാരണം നമ്മൾ ഇവിടെ ഇരുന്നില്ലേ 10-16 വർഷം. വ്ളോഗ് നാസർക്കല്ലേ? നാസർക്കാക്കുള്ളടുത്ത് വെച്ചോ ഗൈസ്. അപ്പൊ ഇനി നമ്മള് തറവാട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് മൂത്താപ്പാടി മഴ വീട്ടിലേക്കാണ്. ഇവിടുന്ന് കുറച്ചോളൂ. ഇതാ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കാണ്. നമുക്ക് കയറാം. ഹായ് ഗൈസ്. അങ്ങനെ ഇല്ല, തിരിച്ചാ കൊടുക്കണ്ട്. എന്താ റൈസ് ആക്രാന്ത് ഇങ്ങനെ? ചെറുത് കഴിച്ചോ? സഹല് കഴിക്കില്ല. സഹല് ഷുഗർ ഡയറ്റിലാണ് ഗൈസ്. അപ്പൊ മൂത്തുമ്മാടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്തത് മേഞ്ഞുമാടെ വീട്ടിൽ. ഡെസ്റ്റിനേഷൻ നമ്പർ 3 ആയി ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് ലഡു ഉണ്ട് ഗൈസ്. അടുത്തത് നമ്മള് കുഞ്ഞുമാടെ വളർത്തിയൊക്കെയാണ്. ഇവിടെ വേറൊരു SSLC കാരി ഉണ്ട്. ഇവളും അവളും കൂടെ ആയിരുന്നു SSLC എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് എഴുതാല്ലേ? എന്നുവെച്ചാ ഒരുമിച്ച് തന്നെയല്ലേ? അയ്യോ നീ അങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചു. എടാ നീ നെമ്മിയുടെ ചെലവ്. നെമ്മിയെ ഇല്ലടി യൂട്യൂബിലുണ്ടാ? ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. നമ്മളത് നല്ലമാടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. മധുരം ചെറുത് നമ്മൾ നമ്മുടെ മൂത്തുമ്മാടെ മൂത്താപ്പാടൊക്കെ വീട്ടിൽ പോവാണ്. ഇവിടെ ഇവരുടെ അടുത്താണ് എല്ലാവരുടെയും വീട്. ഇവരുടെ ബന്ധുക്കളുടെ കസിൻസിൻ്റെ വീടൊക്കെ അടുത്തടുത്താണ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇവിടെ ഉള്ള 2-3 വീട്ടിലൊക്കെ കൊടുക്കണം. ഹായ്. എന്തിനാ മനസ്സിലായ? എന്തിനാ താത്താക്ക് 10th ഫുൾ A+ കിട്ടി. കൺഗ്രാറ്റ്സ് പറയടാ. മൂത്താപ്പ കൊടുക്കും. മൂത്താപ്പാക്ക് മധുരം പ്രശ്നമുണ്ടാവും. ലഡു വേണോ ഇത് വേണോ? ഏതാ എടുത്തോ? 2-3 എടുത്തോ. ജാടണ്ട എടുത്തോ.
അല്ല 10th ഫുൾ A+, ഫുൾ മാർക്ക്. 10th ക്ലാസ്സില് അതിന്റെ മധുരം എടുക്ക്. നമ്മൾ അടുത്ത ആളെ വീട്ടിൽ പോവാണ്. 6ാം വാർഡിൽ നിന്നും ആദ്യമായിട്ട് ഫുൾ A+ നേടിയ ഒരു കുട്ടിയെ നമ്മൾ ആദരിക്കുകയാണ്. 6ാം വാർഡ് ഈ ചുണ്ടൽ പഞ്ചായത്തിന്റെ വിഭജനത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഉള്ള ഒരു 6ാം വാർഡാണിത്. ഈ 6ാം വാർഡ് നമുക്ക് പുതുതാണ്. ഈ വാർഡിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. തുടക്കം എന്ന നിലയ്ക്ക് ഇത് നമുക്ക് ഒരു വലിയ തുടക്കമായി മാറട്ടെ എന്ന ആഗ്രഹത്തോടെ ഗൈസ് നമ്മളെ പുതിയൊരു വാർഡിലേക്ക് മാറിയിരിക്കുകയാണ്. അതല്ല, ഈ വാർഡ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ വേറെ വാർഡിലായിരുന്നു, 14ാം വാർഡിലായിരുന്നു, 6ാം വാർഡായി. അത് ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു വാർഡാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫസ്റ്റ് A+, അതായത് അവർക്ക് അറിയണ ഫസ്റ്റ് A+ നമ്മളാണ്. അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ട് ആദരിക്കാൻ വേണ്ടി വന്നതാണ്. അവൾക്ക് കുറച്ച് കഴിഞ്ഞ് അവർ ട്രോഫി ഒക്കെ സെറ്റായി വരും കുറച്ച് ദിവസം കഴിഞ്ഞാല്. അപ്പൊ ഇതാ നമ്മുടെ റിസൾട്ടിന്റെ ഓഫേഴ്സ് അല്ലേ, ഫുൾ A+ കിട്ടിയാലെ ഓഫേഴ്സ്, അതിൽ അടുത്ത ഓഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. ഇത് പിറ്റേ ദിവസമാണ് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത ഓഫർ ഇതാക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് പോവാ. തീയതി വരുന്നില്ല. ഓഫർ മേടിച്ചെടുത്ത് എന്റെ പോക്കറ്റൊക്കെ കാലിയായി ഗൈസ്. അതേ ഓഫർ ചെയ്യുമ്പോ നോക്കണായിരുന്നു, ആലോചിക്കണായിരുന്നു. ബട്ട് ഞാൻ ഐ എം നോട്ട് എക്സ്പെക്ടിങ് ഗൈസ്. പിന്നെ അവള് പറ്റിച്ച് ഗൈസിനോട് പറഞ്ഞ 8 അല്ലെങ്കിൽ മാക്സിമം 9 ഒക്കെ ഉണ്ടാവുള്ളൂ, ഫുള്ള് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അത് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഓഫർ ചെയ്തു, വിശാലായിട്ട് ഓഫർ ചെയ്തു. പക്ഷെ അവള് ചീറ്റ് ചെയ്യാന്ന് അറിഞ്ഞില്ല ഗൈസ്. ഫുൾ A+ കിട്ടിയപ്പോ വിഷമിക്കണ ഒരു വാപ്പയാണ് കേട്ടോ. നമ്മളിപ്പോ വന്നിട്ടുള്ളത് LMNOPQലാണ്. നോക്കാം. അപ്പൊ നമ്മള് ട്രൈ ചെയ്യാൻ ഇതാണ് അടുത്തത്. നമുക്ക് നോക്കാം. അടുത്ത 2-3 ഡ്രസ്സുകൾ കൂടെ ഉണ്ട്, അത് കൂടെ ഇട്ട് നമുക്ക് ഫുൾ A+ കിട്ടിയപ്പോ അവൾക്ക് ഡ്രസ് വാങ്ങിയത്, അത് അവളായിട്ട് പോയിട്ട് തന്നെ വാങ്ങിയത്. അതല്ലാണ്ട് ഉപ്പച്ചിയുടെ വകയായിട്ട് അപ്പൊ അതൊന്ന് വിളിച്ച് അവൾക്ക് കൊടുക്കാൻ പരിപാടിയാണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും അവളെ എക്സ്പ്രഷൻ നോക്കാം. ഞങ്ങൾ പുറത്ത് വേണ്ടി റെഡി ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അവള് ജസ്റ്റ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് കുറച്ച് മേക്കപ്പ് കൂടുതലാണല്ലോ, അപ്പൊ അവള് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ വിളിച്ചാൽ മതി. അനാ വാ. യെസ് മമ്മി അല്ലേ, എന്താ ചിരിച്ചു. അപ്പൊ ഇത് ഞങ്ങളുടെ വക പാടും മാറി മാറി ഗിഫ്റ്റാണ്. ഫുൾ A+ മേടിച്ചത്. അപ്പൊ ഇനിയുള്ള ഫ്യൂച്ചറിലും എല്ലാ തവണ ഫുൾ A+ കൊണ്ട് പോകണം. ഓക്കെ ഓക്കെ. അപ്പൊ ആളുകൂടി തുറന്നപ്പോട്ടെ ഒന്നുമില്ല. ഡ്രസ്സൊക്കെ അവിടെ സെലക്ട് ചെയ്യുന്നതാണ്. നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. മിഠായികളാണ് അവർക്ക് ഫേവറേറ്റ്. വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ പോയിട്ട് ഡ്രസ് അതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മളവള് കുറെ കാലമായി അവൾക്ക് വീഡിയോ എടുക്കാനായിട്ട് ഫോൺ വേണം, ഫോണോ ഐഫോണ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇപ്രാവശ്യം വരുമ്പോ അവൾക്കൊരു ഐഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് വന്നപ്പോ അല്ലെങ്കിൽ ഉണ്ടാവാന്ന് വിചാരിച്ചു. അപ്പൊ അവൾക്ക് കിട്ടിയപ്പോ ഇത് അവൾക്ക് കുറെ കാലമായിട്ട് വീഡിയോ എടുക്കാൻ നല്ല ക്യാമറ മൊബൈൽ ഇല്ലാതെ എന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ ഐഫോൺ തന്നെ കൊടുത്ത് 13 ആണ്. ഓക്കെ, നന്നായി യൂസ് ചെയ്യാ. 13 Pro. അപ്പൊ അത് കൊടുക്ക്. So guys, നമുക്ക് ഒരു ഐഫോൺ കിട്ടി. നമുക്ക് ഡ്രസ് ഫോട്ടോസ് എടുക്കാനും അവർക്ക് വീഡിയോസ് എടുക്കാൻ ഐഫോൺ വേണം. അവൾക്കൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ള പഴയതായാലും മതി, എനിക്ക് സിനിമാറ്റിക് വേണം, സിനിമാറ്റിക് മോഡ് വേണം എന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ 13 മോഡുള്ള സിനിമാറ്റിക് മോഡ്. അപ്പൊ നമ്മൾ ആ സിനിമാറ്റിക് മോഡുള്ള തന്നെ അവർക്ക് പഠിച്ചു കൊടുക്കും.
അപ്പൊ നല്ല നല്ല വീഡിയോകൾ എടുക്കാം, ഫ്യൂച്ചറിൽ നന്നായിട്ട് പഠിച്ച് വളരുക. ഓക്കെ, ഡ്രസ് ഒന്ന് ഇട്ട് നോക്കുകയാണെങ്കിൽ ഹാനദ ഒരുങ്ങി റെഡിയായി വന്നിരിക്കുകയാണ്. ഇങ്ങോട്ട് നിങ്ങൾക്ക് നല്ല ഫുൾ ലുക്ക് കാണിക്കാൻ പറ്റൂ. അതാണ് അനാക്കി നമ്മൾ എടുത്ത ഡ്രസ്. വേറെ ഡ്രസ് എടുത്തിട്ടുണ്ട്, വേറെ ടോപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഹനയുടെ ഫുൾ ലുക്ക്. അപ്പൊ നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് സാധനങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒക്കെ എന്നോട് മേടിപ്പിച്ച് ഗൈസ്. ആ ഒരെണ്ണോടി ഉണ്ട് അത് പിന്നെ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ ബൈ.